താമ്പൂല സമർപ്പണം തന്നെയാണ്. തുടർച്ചയായിട്ട് 8 ദിവസം 9 ദിവസം താമ്പൂല സമർപ്പണം ചെയ്ത് 9ാമത്തെ ദിവസം കഠിനമധുര പായസത്തോടു കൂടി ചെയ്യുന്ന താമ്പൂല സമർപ്പണം വളരെയധികം ഫലവത്തായി അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വിവാഹം നടക്കുക എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഗുണത്തിൽ വന്നത് എൻ്റെ അനുഭവത്തിൽ നേരിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്ക് അനുഭവം ഉള്ളതാണ്. നമസ്കാരം, ഞാൻ സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പോൾ ഞാനെന്നുള്ളത് നെല്ലിപ്പുഴ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് കേട്ടോ. മനോഹരമായിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം, മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രം കൂടിയാണിത്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇതിപ്പോൾ ഈ ഒരു തരത്തിലേക്ക് ഈ ക്ഷേത്രം ഇവിടുത്തെ ആളുകളുടെയൊക്കെ സഹകരണം കൊണ്ട് എത്തിയിട്ടുള്ളത്. ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി റൂട്ടിൽ ഒരു 150-200 മീറ്റർ ദൂരമുള്ളൂ ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾക്ക്, വിവാഹം നടക്കാത്ത ആളുകൾക്കും അതുപോലെ അസുഖമായിട്ട് വരുന്ന ആളുകൾക്കും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ. അപ്പോൾ ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ പറയാനുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും ഇവിടെ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് അതിനെക്കുറിച്ച് ചോദിക്കാം. 350ഓളം ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾ സപ്പോർട്ട് കാരണം നമുക്ക് അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ക്ഷേത്രവും മറ്റുള്ള അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തിച്ചേരട്ടെ. അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിൽ സുധീഷ് ചെമ്പശ്ശേരി വ്ളോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കിട്ടും. അപ്പോൾ അതിൽ കയറി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം കേട്ടോ. എൻ്റെ പേര് വിനോദ് കുമാർ. ഞാൻ ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലം ആദ്യം ഒരു തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാമ്പ്യൻ ചെട്ടിയാർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടാക്കിയത്. അയാള് കുറെ കാലം ഈ ക്ഷേത്രം കൊണ്ടു നടക്കുകയും ഈ ക്ഷേത്രത്തിന് പണ്ട് 3 ആന, ബസ്, ലോറി ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ പേരിലുണ്ടായിരുന്നു, കാളികാദേവി എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അത് ശോഷിച്ച് ഇപ്പൊ മണ്ണാർക്കാട് അവര് ഇല്ല. അവരുടെ കുടുംബത്തിലെ ഒരാള് പേരക്കുട്ടി മാത്രമേ ഇപ്പോ നിലവിലുള്ളൂ. അവര് കോയമ്പത്തൂർ ചെട്ടിപ്പാളയത്താണ്. 1978 ഈ അമ്പലത്തിനെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി നേരെയാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ രൂപത്തിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് വിവാഹം കഴിയാത്തവർക്ക് 9 വെള്ളിയും ചൊവ്വയായിട്ട് 9 ദിവസം 5 വെറ്റില, ഒരു വെല്ലം, ഒരു പഴം, ഒരു നാണയം, ഇത് ഒരു നാക്കലയിൽ 9 ദിവസം വെക്കുക ദേവിക്ക്. 9ാമത്തെ ദിവസം കഠിനപ്പായസം കഴിച്ച് അവസാനിപ്പിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലം മറയാതെ തന്നെ ആ കുട്ടിക്ക് വിവാഹം നടക്കും. അതിവിടെ കുറെ ആൾക്കാർക്ക് അനുഭവമുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ മുട്ടറക്കലാണ്. പിന്നെ കാര്യസാധിപ്പിന് അറുനാഴി പായസം. ആദ്യം വന്ന് ഭഗവതിയെ പ്രാർത്ഥിച്ച് പറഞ്ഞു കഴിഞ്ഞ് കാര്യം നടന്നു കഴിഞ്ഞാൽ അറുനാഴി പായസം കഴിക്കുക. അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഇവിടുത്തെ പ്രധാന മൂർത്തി ഭദ്രകാളിയാണ്. ഉപദേവനായിട്ടുള്ളത് വിദ്യാഗണപതി. പിന്നെ പുറത്ത് കറുപ്പസ്വാമി, പൂശാരി. ഈ പൂശാരി എന്ന് പറഞ്ഞാൽ അത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളും ഈ ഭഗവതിക്ക് വേണ്ടിയിട്ട് കല്യാണമൊന്നും കഴിക്കാതെ ഭഗവതിക്കായിട്ട് പൂജ കഴിച്ച് അങ്ങനെ ഇവിടെ സമാധിയായ ആളാണ്. സമാധി സങ്കല്പമാണ്. അപ്പോൾ അയാള് ഇവിടുന്ന് പോവില്ല. ദേവിക്കും ഗണപതിക്കും പൂജ കഴിഞ്ഞാൽ നർക്കലയിലൊരു നേദ്യമാണ് കറുപ്പസ്വാമിക്കും പൂശാരിക്കും ഉള്ളത്. അവർക്ക് ഉത്സവം കഴിഞ്ഞ് 7ാമത്തെ ദിവസം പുറത്ത് ആടുവെട്ടി പൂജ ഉണ്ട് കറുപ്പസ്വാമിക്കും പൂജാരിക്കും. ഇവിടുത്തെ തന്ത്രി ചേനാസ് കുടുംബത്തിലെയാണ്. ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടാണ് ഇവിടുത്തെ തന്ത്രി. സാമൂതിരി കോവിലകം വകയുള്ള എല്ലാ അമ്പലത്തിന്റെയും തന്ത്രിയും മൂപ്പരാണ് ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്. ഞാൻ ഗോപകുമാർ. ഞാൻ ക്ഷേത്രത്തിലേക്ക് ഏജൻസിയാണ്. പിന്നെ ഇപ്പോഴത്തെ പ്രധാന വഴിപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം 30 വെള്ളിയാഴ്ച അന്നദാനം ഉണ്ട്. പിന്നെ വൈകിട്ട് പിന്നെ ഭഗവത് സേവ. പിന്നെ നമ്മള് എന്തെങ്കിലും മനസ്സിൽ കാര്യങ്ങൾ വിചാരിച്ചാൽ നമ്മളെ പുറത്ത് കറുപ്പസ്വാമി ഉണ്ട്. കല്യാണം കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരൊക്കെ പൂരത്തിന്റെ 7ാം ദിവസം ഞങ്ങൾ ഇവിടെ ആട് വെട്ട് പൂജ, കോഴി വെട്ട് പൂജ, അങ്ങനെ ഒരു പിന്നെ പുറത്ത് പൂജകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അത്
നമ്മുടെ പിന്നെ ഏറ്റവും വലിയൊരു വഴിപാടാണ് അത്. കറുപ്പസ്വാമിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണേ. അതിങ്ങനെ കല്യാണങ്ങൾ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളുള്ളവർക്കൊക്കെ അത് ഒരുപാട് ഇങ്ങനെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കല്യാണം കഴിയാത്തതായിട്ടൊക്കെ ഒരുപാട് ഫലസിദ്ധികൾ ഇങ്ങനെ ഞങ്ങളോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ക്ഷേത്രത്തിലെ നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് തന്നെ നല്ല മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. എല്ലാ വർഷവും മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെയാണ് പൂരം. അതിൽ 7 ദിവസം വൈകുന്നേരത്തിൽ അന്നദാനം ഉണ്ട്. പിന്നെ 7ാമത്തെ ദിവസം 4-ാം തീയതി 1-ാം തീയതി പ്രതിഷ്ഠാദിനം വരുന്നത്. അന്ന് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട്. പിന്നെ 4-ാം തീയതി ഒരു ഗംഭീര സദ്യ ഞങ്ങളിവിടെ ഒരുക്കാറുണ്ട്. ഒരു 10,000-2000 പേരുടെ സദ്യ ഉണ്ടാവാറുണ്ട്. പിന്നെ പൂരം, ആന, ഗജവീരന്മാര് മേളൊക്കെ ആയിട്ട് ഒരു വേലകളൊക്കെ ആയിട്ട് അതിവിപുലമായിട്ട് തന്നെ ഇപ്പൊ ഒരു 5-6 വർഷമായിട്ട് കൊണ്ടു നടക്കാറ്. പിന്നെ എല്ലാ ദിവസവും പിന്നെ മേളം, 7 ദിവസം സ്റ്റേജ് പ്രോഗ്രാം, അങ്ങനെ ഗംഭീര പരിപാടിയായിട്ട് തന്നെയാണ് എല്ലാ പൂരം നടത്താറ്. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ കുറേ ആയി ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് അത് അമ്മ നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിയാത്തവർക്കും അത് നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വിശ്വാസങ്ങൾ മനസ്സിലുണ്ട്. ഇതുവരെ ഞാൻ ഈ അമ്പലം പണി തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാനാണ് ഇവിടെ എല്ലാ കൈകാര്യങ്ങളും ചെയ്തിരുന്നത്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല ഗുണങ്ങളാണ് കിട്ടിയത്. ഞാൻ 3 വർഷമായി ഇവിടേക്ക് വരാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടും വിഷമമായിരുന്നു. അസുഖങ്ങളും എല്ലാം മാറിക്കിട്ടി. രാവിലെ ആയാൽ എന്നും ഇവിടെ വരണം തോന്നും. നല്ല വിശ്വാസമാണ്. ഇവിടെ വന്ന് 7 രക്തപുഷ്പാഞ്ജലിയും കഴിച്ച് ലാസ്റ്റ് ദിവസം കഠിനപായസവും കഴിച്ചതിന് ശേഷം ഇന്ന് ഞങ്ങൾക്ക് നല്ല സുഖം തന്നെയാണ്. കുഴപ്പങ്ങളില്ല. എൻ്റെ അനുഭവങ്ങൾ അമ്മയാണ് ഇന്നെങ്ങനെ നടത്തുന്നത്. അമ്മേനെ ഞാൻ 3 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരാളും ഇല്ല എനിക്ക്. എൻ്റെ വേദനകൾ ഞാൻ അമ്മേനോട് മാത്രം സമാധാനിപ്പിച്ചിട്ട് ഞാൻ നടക്കുന്നു. അത്രയും. സുകുമാരൻ. ഞാൻ അട്ടപ്പാടി ഈ മേഖലയിൽ വന്നിട്ട് 10-23 കൊല്ലമായി. തെങ്കര മൂത്താരുകാവ് 16 കൊല്ലം ജോലി ചെയ്ത് 1 കൊല്ലമായി ശാന്തിപ്പണി നിർത്തിയിട്ട് ശാരീരിക അസ്വസ്ഥത കാരണം നിർത്തിയതാണ്. പക്ഷെ പെട്ടെന്നൊരു ഉൾപ്രേരണ പോലെ എൻ്റെ മൂത്ത മകൻ ദേവസ്വം ബോർഡ് ജോലി ചെയ്യുന്നു, പൂജാരിയാ, തോണിപ്പുറ അയ്യപ്പ ക്ഷേത്രത്തിൽ. അവനൊരു സുപ്രഭാതത്തിൽ രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറയുന്നു, അച്ഛ ഇവിടെ ആണ്ടിപ്പാടത്ത് ആളില്ല, അച്ഛനൊന്ന് കുറച്ച് ദിവസം പോയി നിൽക്കാവൂന്ന് തോന്നുന്നു. ആദ്യം ഞാൻ അമ്പലം നിർത്തിയല്ലേ മോനെ എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഒരു ഉൾപ്രേരണ വീണ്ടും എനിക്ക് ഭദ്രകാളിയുടെ അടുത്തേക്ക് വീണ്ടും പൂജ ആകുന്ന ഒരു ഉൾപ്രേരണ ഉണ്ടായി. വീണ്ടും ഞാനൊരു സുപ്രഭാതം ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ വന്ന് കണ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് രാവിലെ വന്ന് പൂജ. ഞാനൊരു 8 കിലോമീറ്റർ അകലെന്നാണ് വരുന്നത്. എനിക്ക് എല്ലാ സമയത്തും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാൽ ദേവിയെ വിളിച്ചു കഴിയുമ്പോൾ കറക്റ്റ് ഏതെങ്കിലും ഒരു വണ്ടി വന്ന് ഈ 5 ദിവസവും ഇവിടെ എത്തിച്ചേരാനുള്ള അവസരം എനിക്ക് ദേവി തന്നിട്ടുണ്ട്. ഈ പരിസരത്ത് ഇത്രയും പവർഫുള്ളായ ഒരു വിഗ്രഹവും ഒരു ക്ഷേത്രവും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയധികം ഐശ്വര്യവും ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ വിധിയാമണ്ണം പൂജ ചെയ്തു പോയാൽ ഈ നാടിന് വലിയ ഒരു ഉന്മേഷം തന്നെ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ മംഗല്യം, ശത്രുദോഷം, മറ്റ് കുടുംബ കലഹ നിവാരണം, ഇതിനൊക്കെ ഉത്തമമായ പൂജാവിധികളൊക്കെ ഇവിടെ ചെയ്യാം. മുട്ടറക്ക് 30 വെള്ളിയാഴ്ച നടക്കുന്ന മുട്ടറക്കിലൂടെ ഒരുപാട് കാര്യങ്ങൾക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. അതിനി മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ ആത്മാർത്ഥമായ സഹകരണങ്ങൾ കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. നല്ല രീതിയിൽ ക്ഷേത്രം ഇനി മുന്നോട്ട് പോകും എന്ന്, അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭദ്രകാളി തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാനിങ്ങനെ തുടർന്ന് പോകാൻ തന്നെ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഗോപാലൻ. ഞാനിവിടെ വനം വകുപ്പിൽ ജോലിയായിട്ടാണ് ഈ മണ്ണാർക്കാട് വന്നത്. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ പെൻഷൻ പറ്റി. പിന്നെ പക്ഷെ അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ ദേവിയുടെ അമ്പലമുള്ളതൊന്നും അന്ന് അറിയണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ഈ 7 ദിവസം ഉത്സവ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ മൈക്കിൽ ഭക്തി പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വരാൻ തോന്നും. അങ്ങനെ ഞാൻ വഴി കണ്ടുപിടിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10-15 കൊല്ലമായി ഞാൻ ഇപ്പോൾ ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മുംബൈയിൽ നിന്ന് അങ്ങനെ ജോലി സംബന്ധമായിട്ട് അങ്ങനെ വരാൻ സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ പെൻഷൻ പറ്റിയപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റാറുണ്ട്. എനിക്ക് വന്നതിന് ശേഷം നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അമ്മയുടെ അനുഗ്രഹം. ഒരു ദിവസം വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നാറുണ്ട്. നമസ്കാരം, എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ ഇടയ്ക്കൊക്കെ വന്ന് ഒരുപാട് പ്രാവശ്യം സ്ഥിരമായി വന്ന് തൊഴുകുന്ന പ്രാർത്ഥിക്കുന്ന അത്രയും വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ്.
ഈ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നിയ ഒരു ഏറ്റവും വലിയ വിശ്വാസപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് താമ്പൂല സമർപ്പണം തന്നെയാണ്. തുടർച്ചയായിട്ട് 8 ദിവസം 9 ദിവസം താമ്പൂല സമർപ്പണം ചെയ്ത് 9ാമത്തെ ദിവസം കഠിനമധുര പായസത്തോടു കൂടി ചെയ്യുന്ന താമ്പൂല സമർപ്പണം വളരെയധികം ഫലവത്തായി അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വിവാഹം നടക്കുക എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഗുണത്തിൽ വന്നത് എൻ്റെ അനുഭവത്തിൽ നേരിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നി ഇവിടെ വേറെ അതേപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ഫലം കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവതിയുടെ തിരുമുമ്പിൽ നിലവിളക്ക് വാങ്ങി, പുതിയൊരു നിലവിളക്ക് വാങ്ങി നെയ്ത്തിരിയിട്ട് കത്തിച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന പല ഏകദേശം അപകടത്തിന്റെ വക്കത്തെത്തിയ സമയത്ത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം കൂടെ അങ്ങനെ ഒരു നിലവിളക്ക് നെയ്ത്തിരിയിട്ട് കത്തിച്ച് പ്രാർത്ഥിച്ച സമയത്ത് വളരെ വൃത്തിയായിട്ട്, ഒരു പക്ഷേ വലിയൊരു അപകടത്തിലേക്ക് പോകും എന്ന് തോന്നിയ സമയത്ത് വരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള 1-2 അനുഭവങ്ങളാണ് എൻ്റെ കണ്ണിന് മുന്നിലുള്ള വളരെയധികം ശക്തിയുള്ള, പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അനുഭവത്തിലുള്ള ഒരു ദേവിയാണ് ഈ ഭദ്രകാളി ക്ഷേത്രം. അപ്പോൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരിക, തൊഴുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നിങ്ങൾക്കെല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.